അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ നൈറ്റ് ടൈമിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഈ ഒരു ക്രീം നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വേണം കേട്ടോ. ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ കുറച്ച് എമൗണ്ട് എടുക്കരുത്, അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എമൗണ്ട് നമ്മൾ ഫേസിൽ ആൻഡ് നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡോട്ട് ഡോട്ട് ആയിട്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യണം, ഒരു 1 to 2 മിനിറ്റ് മസാജ് ഓവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക. ദെൻ നെക്സ്റ്റ് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് മസ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ 1 to 7 days ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വേറെ സൈറ്റിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിട്ട് എന്താ പറയുക തെറ്റുപറ്റി ഇതിൻ്റെ ഒറിജിനൽ അല്ലാത്ത പ്രോഡക്റ്റ് വാങ്ങരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്പർ ഇവിടെ തന്നെ കൊടുക്കും എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പറിൽ തന്നെ മാക്സിമം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന വ്രിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന് പോലും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ക്രീം. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരു 4 to 5 days അല്ലെങ്കിൽ എക്സാക്ട്ലി 7 days ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാകും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു കാരണവശാലും സണ്ണിന്റെ ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ സൺബേൺ അല്ലെങ്കിൽ ആ ഒരു ടാൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. ഈ ഒരു ക്രീം അല്ല, എന്ത് ക്രീം വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലും മാക്സിമം സണ്ണിന്റെ ആ ഒരു ബേൺ അല്ലെങ്കിൽ ആ ഒരു സൺലൈറ്റ് ഒന്നും നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ടോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ ഒന്ന് എമിറ്റ് ചെയ്യാത്ത വിധേന നമ്മളൊന്ന് പ്രിക്കോഷൻസ് എടുക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക.